ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് കൂടാതെ ചർച്ച് ഏജ് 2000 വർഷം എന്ന് പറയുന്നത് എവിടെ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മശിഹായും ശിഷ്യന്മാരെ അയച്ചത് ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, യോഹന്നാൻ, പത്രോസ്, യാക്കോബ് ഇവരെല്ലാവരും അത് അന്ത്യകാലമാണ് എന്ന് പറഞ്ഞിരുന്നു. അവരുടെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പലരും ചോദിക്കുന്നത്, പൗലോസിൽ കൂടിയല്ലേ വെളിവായ മർമ്മം, ഇല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മർമ്മം വന്നത്, അത് 2000 വർഷമല്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. പൗലോസ് ഉൾപ്പെടെ കൊരിന്ത്യൻ ലേഖനം വായിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാലം സമീപിച്ചിരിക്കുന്നു, ഇത് അന്ത്യകാലമാണ് എന്നുള്ള കാര്യം. അതായത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് തന്നെ താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അത് അന്ത്യകാലമാണെന്നും ഇനി കാലം അധികം ഇല്ല എന്നുള്ളതും. അപ്പം അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം അന്ന് നടന്നില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് സാത്താന്റെ ആവശ്യമാണ്. ദാനിയേൽ പ്രവചനത്തിലും 70 ആഴ്ചവട്ടത്തിന്റെ അവസാനമാണ് കിങ്ഡം സ്ഥാപിക്കുന്നത് നമുക്കറിയാം. അതായത് ദാനിയേൽ 9:27, 28, 25, 26, 27 പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന് മുമ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഹാഫ് 3.5 വർഷം അവിടെ സംഭവിച്ചു. അതായത് അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നതോടെ അവിടെ സംഭവിച്ചു. പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് നടക്കുന്നത് AD 70 അടുത്താണ്. പ്രവചനങ്ങളുടെയും അല്ലെങ്കിൽ ബൈബിളിന്റെ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആ ഒരു സെഞ്ചുറിയിൽ തന്നെ ആരൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് ചെന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒരു കൂട്ടർ എന്ന് പറയുന്നത് മശിഹ മരിച്ചപ്പോൾ അനേകം വിശുദ്ധർ ഉയർത്തു, കല്ലറകൾ തുറന്നു, അവർ വിശുദ്ധ നഗരത്തിൽ കാണപ്പെട്ടു. വിശുദ്ധ നഗരം എന്ന് പറയുന്നത് പുതിയ യെരുശലേമാണെന്ന് നമുക്ക് വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. ദാനിയേൽ 9 വായിച്ചാലും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിർണയിച്ചിരിക്കുന്നു. അതായത് പുതിയ യെരുശലേമിന്റെ പണിയാണ് അവിടെ 490 ഇയേഴ്സിന്റെ ഒരു കണക്കായിട്ട് പറയുന്നത്. അതായത് ബേസിക്കലി കിങ്ഡം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം കൂടിയാണ് ഇൻഡയറക്ട്ലി നമ്മുടെ ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തിൽ 490 വർഷം കൊണ്ട് സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ അവസാനത്തെ ആഴ്ചവട്ടത്തിന്റെ 3.5 വർഷം അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നതോടുകൂടി 3.5 വർഷം കഴിഞ്ഞു. പിന്നീട് ഒരു സെക്കൻഡ് ഹാഫ്, അതായത് 70ാമത്തെ ആഴ്ചയുടെ പകുതിയിൽ വെച്ച് അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. സെക്കൻഡ് ഹാഫ് നടക്കുന്നത് AD 70 സമയത്താണ്. ഇതിനിടയ്ക്ക് ഒരു 40 വർഷത്തിന്റെ ഗ്യാപ്പ് കാണാം. അത് കർത്താവ് തന്നെ പറഞ്ഞിരുന്നു. അതായത് ആ തലമുറ കാണുമെന്നും ഇല്ലെങ്കിൽ അന്ത്യകാലമാണെന്നും ഉള്ളതെല്ലാം പറഞ്ഞിരുന്നു. അപ്പം മഹാപുരോഹിതനോടൊക്കെ കർത്താവ് പറയുന്നുണ്ട്, ശക്തിയുടെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കുന്നതും വാനമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് മഹാപുരോഹിതനോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ തലമുറയിൽ തന്നെ അത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ നോഹയുടെ കാലം മുതൽ പാതാളത്തിൽ കിടന്നവരുടെ ആത്മാക്കളെ പാതാളത്തിൽ സുവിശേഷം അറിയിച്ച് മശിഹ കൊണ്ടുവന്നു എന്നുള്ളത് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 144,000 വിശുദ്ധരെ ദൈവം സെലക്ട് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇതെല്ലാം ഉടനെ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് വെളിപാട് പുസ്തകം AD 65 കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവം യോഹന്നാനെ വെളിപ്പെടുത്തുന്നത്. കൂടാതെ മാത്യു 24, ലൂക്ക് 21, മാർക്ക് 12 ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ ദൈവം പല ജാതികളിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഒരു ജനത, അത് AD 70 അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ് നടന്നപ്പോൾ സംഭവിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. മാത്യു 24 പറയുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതായത് ഇസ്രായേലിനെ നോക്കി. ഇസ്രായേൽ പിന്നെയും തളർത്ത കാര്യം നമുക്കിപ്പോൾ അറിയാം, അതും ശരിയാണ്. പക്ഷെ അതിന്റെ താഴേക്കുള്ള ഭാഗം കൂടി വായിക്കണം. അതായത് ഈ തലമുറ ഇതെല്ലാം ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അതായത് ഇതിനിടയ്ക്ക് ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്നൊരു കാര്യം കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമുക്കറിയാം, പൗലോസിൽ കൂടി ജാതികൾക്ക് രക്ഷ ഏർപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും വ്യത്യാസമില്ലാതെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഗോസ്പൽ ഓഫ് ഗ്രേസ് പൗലോസിൽ കൂടി പറഞ്ഞു. അതിനർത്ഥം ദൈവരാജ്യം മാറ്റിവെച്ചു, അല്ലെങ്കിൽ പിന്നീടൊരു കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു എന്ന് ആരും പറയുന്നില്ല. അപ്പം അതുവരെ പങ്കാളികളല്ലായിരുന്ന ജാതികളെ കൂടി, അതായത് കാട്ടൊലിവായ ജാതികളെ കൂടി ഇസ്രായേലായ ഒലിവിലേക്ക് ചേർക്കുന്നു. അതായത് വിശ്വസിക്കാത്ത ശാഖകളെ വെട്ടിക്കളഞ്ഞ്, ഇസ്രായേലിന്റെയും യഹൂദയുടെയും വിശ്വസിക്കാത്ത ശാഖകളെ വെട്ടിക്കളഞ്ഞ് അവിടെ ജാതികളിൽ നിന്നുള്ള ശാഖയെ ഒട്ടിച്ചു വെക്കുകയാണെന്ന് റോമൻസ് 11:17 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം, അതായത് സകല ജാതികളെയും തന്റെ ശിഷ്യരാക്കുവാൻ, ഇല്ലെങ്കിൽ അബ്രഹാമിക് കവനന്റ് അവിടെ നിവർത്തിയാകുവാൻ ആ ഒരു 40 വർഷം കൊണ്ട് ജാതികൾ സുവിശേഷം എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ പൗലോസ് തന്നെ കൊലോസിയർ 1:23 പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടിയോടും താൻ സുവിശേഷം അറിയിക്കുന്നു, ഇല്ലെങ്കിൽ അറിയിച്ചു എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മാത്യു 24 ഇവന്റും റാപ്ചറും ഒക്കെ ഒറ്റ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നു, പൗലോസും പറഞ്ഞിരുന്നു അത് അന്ത്യകാലമാണെന്ന്. കൃപയുഗം 2000 വർഷം എന്ന് പറയുന്നവരോടാണ് അത് പറയുന്നത്. 2000 വർഷം എന്നുള്ളത് എങ്ങും പറഞ്ഞിട്ടില്ല. അത്
അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മർമ്മം വെളിപ്പെടുത്തിയ പൗലോസ് തന്നെയാണ് പറഞ്ഞത് അത് അന്ത്യകാലമാകുന്നു എന്ന് കൊരിന്ത്യൻ ലേഖനത്തിലും ഒക്കെ പറയുന്നത്. കൃപയുടെ സുവിശേഷത്തെക്കുറിച്ചും മശിഹായുടെ ശരീരത്തെക്കുറിച്ചും പൗലോസ് വെളിപ്പെടുത്തി. എന്നാൽ കൃപായുഗം എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. അപ്പം അവിടെ കർത്താവ് പറഞ്ഞത് തന്നെയാണ് അവിടെ ശരി. അതല്ലെങ്കിൽ കർത്താവും പൗലോസും എല്ലാം ഒരുപോലെ പറഞ്ഞ ആ തലമുറയിൽ അല്ലെങ്കിൽ അന്ത്യകാലം എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അത് സംഭവിച്ചു. അപ്പം 69ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞ് ഈ 2000 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ഒരു ദുർവ്യാഖ്യാനമാണ്. അത് വരുന്നത് ഡിസ്പെൻസേഷൻ വരുന്നത് ഒരു 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോടു കൂടിയാണ് ഈ ചർച്ച് ഏജ് 2000 വർഷം എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ദൈവം പറഞ്ഞത് ആദമിന് കൊടുത്ത വാഗ്ദത്വം എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെ നിത്യജീവൻ അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. ഭാവിയിൽ ഭൂമിയിൽ തന്നെ അവർ വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമി സ്വർഗം പോലെ ആകുന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം. കർത്തൃപ്രാർത്ഥന തന്നെ നമുക്കറിയാം. അതായത് നിന്റെ രാജ്യം വരണമേ എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ ഭൂമിയിൽ അവർ എറ്റേണൽ ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ബേസിക്കലി സ്വർഗരാജ്യം വരിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് തന്നെ പിന്നെ പറയുന്ന ഈ 2 വാക്യങ്ങൾ അവര് മിക്കവരും കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, ഇതൊന്നും ഞാൻ പറയാം, കാലം ചുരുങ്ങിയിരിക്കുന്നു. അതായത് ആ തലമുറയിൽ തന്നെ അല്ലെങ്കിൽ AD 70 മുൻപ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഉടനെ സംഭവിക്കാനുള്ളതെന്ന് വെളിപാടും പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരൊറ്റ ഇവന്റുകൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഇവന്റുകളെ തന്നെയാണ് ചൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാം. ബോഡി ഓഫ് ക്രൈസ്റ്റും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും, അതായത് മണവാട്ടിയാവുന്ന സഭയും ശരീരമാകുന്ന സഭയും രണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പറയാനുള്ളത് എഫേസ്യർ 5:22-23 വായിച്ചാൽ, ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. അതിനർത്ഥം ബോഡി ഓഫ് ക്രൈസ്റ്റും ഇല്ലെങ്കിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും എന്ന് പറയുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതെല്ലാം തന്നിൽ വിശ്വസിക്കുന്ന യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ വിശുദ്ധ ജനത്തെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് 2 തീമോത്തി 2:15, അതായത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് അങ്ങനെയല്ല അവിടെ പറയുന്നത്. കൃത്യമായിട്ട് അല്ലെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറച്ച് യഹൂദന് കുറച്ച് ജാതികൾക്ക് അങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നതല്ല. കറക്റ്റായിട്ട് അല്ലെങ്കിൽ അതിനെ അതായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റ് ട്രാൻസ്ലേഷൻസ് ആണ് റൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എഫേസ്യൻസ് 2:8 നമുക്ക് മനസ്സിലാവും. അതായത് തീർച്ചയായിട്ടും മശിഹയുടെ യാഗത്താലാണ് നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നത്. അവിടെയും താഴേക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് തെറ്റ് ചെയ്യാമെന്നുള്ളതല്ല അവിടെ പറയുന്നത്. അവിടെ നമ്മുടെ തെറ്റുകളെല്ലാം പരിഹരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ യാഗത്താൽ അവിശ്വാസം മൂലം അതെല്ലാം മായ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥം. പക്ഷെ നമുക്കവിടെ, അതായത് നമുക്ക് ദൈവം തന്ന ഫ്രീ ഗിഫ്റ്റ് ആയ ഗ്രേസിനെ ഒരിക്കലും തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്കത് യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് താഴേക്ക് വരുമ്പം വെളിച്ചം വന്നിട്ടും ഇരുട്ടിനെ സ്നേഹിക്കുന്ന തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുമുണ്ട്. ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും ഒന്നായിട്ട് കരുതുന്ന ഒരു കാലത്തെക്കുറിച്ച്. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇസ്രായേലിനും യവനനും ഒരുപോലെയാണ് പിന്നീടുള്ള രക്ഷാ ഒരു പ്രോസസ്സ് എന്നുള്ളത്. പൗലോസും പറഞ്ഞിരുന്നു അത് അന്ത്യകാലമായിരുന്നു എന്ന്. ജാതികളുടെ പൂർണ്ണസംഖ്യ തീരാറായി, ഇല്ലെങ്കിൽ അത് പൂർണ്ണമാകുന്നു ആ തലമുറയിൽ തന്നെ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പൗലോസ് അവിടെ അന്ത്യകാലം എന്ന് പറയുന്നത്. ഇവന്റുകളുടെ ഒരു ടൈം ലൈൻ ഇങ്ങനെയാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AD 70 തന്നെ ക്രിസ്തു മടങ്ങി വന്ന 1000 ആണ്ട് വാഴ്ചയുടെ കാര്യവും മില്ലിയൻ കിങ്ഡം സ്ഥാപിച്ച കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള ലിറ്റിൽ സീസണിലാണ്, അതിന്റെ എൻ പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നതെന്നും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഇതിനിടയ്ക്കുള്ള ഈ മില്ലിനിയൽ കിങ്ഡത്തെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെയും ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഈ 2000 വർഷത്തെ ഒരു ഡിസ്പെൻസേഷൻ കൊണ്ടുവന്നത്. ചർച്ച് ഏജ് 2000 വർഷമാണെന്നുള്ളത്. അതിന്റെ തെളിവ് കൂടി അടുത്ത സ്ലൈഡിൽ കാണിക്കാം. കർത്താവ് ഭരിച്ചിരുന്ന വർഷത്തെ അന്നോ ജെ ആ ഇയർ അങ്ങനെയായിരുന്നു പണ്ട് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ കാണാൻ പറ്റും അന്നോ ജെ 759. അപ്പൊ അങ്ങനെയായിരുന്നു ഇയേഴ്സ് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ലിറ്റിൽ സീസൺ തുടങ്ങിയപ്പോൾ ഈ ഇയേഴ്സ് എല്ലാം അൾട്ടർ ചെയ്തിട്ട് ജെ റീപ്ലേസ്, അല്ലെങ്കിൽ ജെ എന്നും ഐ എന്നും റെപ്രസെന്റ് ചെയ്ത് അത് റീപ്ലേസ് ചെയ്ത് 1 ആക്കി മാറ്റി. അങ്ങനെ ഒരു 1000 വർഷത്തെ ചരിത്രം, അല്ലെങ്കിൽ പണ്ടത്തെ ആർക്കിടെക്ചർ, പണ്ടത്തെ ആർട്ടിലൊക്കെ ഉണ്ടായിരുന്ന
ഈ ഒരു ജെ 759 എന്ന് പറയുന്നതിനെ 1759 അല്ലെങ്കിൽ 1707 അങ്ങനെ ഒരു മാനിപ്പുലേഷൻ സാത്താൻ അവിടെ നടത്തുന്നുണ്ട്. AD 30 കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഒരു 40 വർഷത്തിന്റെ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ തലമുറ തന്നെ കർത്താവിന്റെ വരവ് കാണുന്ന മഹാപുരോഹിതനോടും അല്ലെങ്കിൽ ശിഷ്യന്മാരോടും ഒക്കെ പറഞ്ഞു. കൂടാതെ ആ കൂടി നിൽക്കുന്നവരിൽ ചിലർ രാജ്യം വരുന്നത് വരെ മരണം ആസ്വദിക്കുകയില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നുവെന്നാണ് കർത്താവ് എന്ന് പറഞ്ഞത്. കൂടാതെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, എഴുതപ്പെട്ടിരിക്കുന്ന സകലതും നിവൃത്തിയാകുവാൻ അത് പ്രതികാരകാലമാകുന്നു എന്ന് ലൂക്ക് 21:22 പറയുന്നുണ്ട്. പിന്നെയും നമുക്ക് വായിച്ചാൽ, അതായത് എസെക്കിയേൽ 4:6 വായിച്ചാൽ, ഇത് തികഞ്ഞിട്ട് നീ വലതുവശം ചരിഞ്ഞു കിടന്ന് യഹൂദാഗൃഹത്തിന്റെ അകത്തെ 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് ഒരു ദിവസം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു 40 വർഷം കൊണ്ടാണ് പൗലോസിന് ഗ്രേസിന്റെ സുവിശേഷം പറയുന്നതും അതോടൊപ്പം തന്നെ പൗലോസ് തന്നെ പറയുന്ന ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അംശമായി ഇസ്രായേലിന് കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും കാലം സമീപിച്ചിരിക്കുന്നു, അന്ത്യകാലം ആകുന്നു എന്ന് പൗലോസ് പറയുന്നതും ഒക്കെ ഈ ഒരു 40 ഇയേഴ്സിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആ തലമുറയിൽ നടക്കുന്ന കാര്യമാണ്. പിന്നീട് ഈ 2000 വർഷത്തിന്റെ ഒരു ഡിസ്പെൻസേഷൻ വരുന്നത് 18-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന ഒരാൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഐഡിയ ആണ്. അതായത് ഈ മില്ലിയൽ കിങ്ഡത്തിന്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ തെളിവുകളെ നശിപ്പിക്കാൻ വേണ്ടി ഡിസ്പെൻസേഷൻ വന്നിട്ട്, അതായത് ക്രിസ്ത്യാനികളോട് ഇടപെട്ടിട്ട് പിന്നീട് യഹൂദരോട് ഇടപെടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വന്നപ്പോൾ അതാണ് പിന്നീട് ഇസ്രായേലിന്റെ ഫോർമേഷനിലേക്കും അല്ലെങ്കിൽ സിയോനിസത്തിലേക്കും ഒക്കെ ഒരു കാരണമായി മാറുന്ന കുറെ ഫീച്ചേഴ്സ്. എന്നാൽ ദൈവം ഇതേ ഇസ്രായേലിന്റെ ഫോർമേഷനെ, അതായത് ഇസ്രായേൽ പിന്നെ ഉണ്ടായതിന് ലിറ്റിൽ സീസന്റെ ഒരു ടൈം ക്ലോക്ക് ആയിട്ടും കൂടെ സെറ്റ് ചെയ്യുന്നു. കാരണം അത്തി പിന്നെയും തളിർക്കുന്നത് നമുക്ക് ലിറ്റിൽ സീസന്റെ എൻഡിലും കാണാൻ പറ്റും. അപ്പം പിന്നെയും, അതായത് ദൈവം തന്നെ ഇവരുണ്ടാക്കിയ ഇസ്രായേലിനെ പിന്നെയും ഒരു ക്ലോക്കായിട്ട്, ലോകത്തിന്റെ ഭാവി നിയന്ത്രിക്കുന്ന ക്ലോക്കായിട്ട് മാറ്റുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ദൈവത്തിന് നന്ദി.